വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 18 വാക്യങ്ങൾ 31 മുതൽ 34 വരെ. പീഡാനുഭവത്തിലൂടെ മഹത്വത്തിലേക്ക്. ഈശോ 12 പേരെയും അടുത്തു വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നമ്മൾ ജെറൂസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും. അവൻ വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവന്റെ മേൽ തുപ്പുകയും ചെയ്യും. അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇവയൊന്നും അവർ ഗ്രഹിച്ചില്ല. ഇക്കാര്യം അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരുന്നു. അവൻ പറഞ്ഞവ അവർ മനസ്സിലാക്കിയതുമില്ല. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം അധ്യായം 4 വാക്യങ്ങൾ 6 മുതൽ 10 വരെ. യഥാർത്ഥ ശുശ്രൂഷകന്റെ ജോലികൾ. ഇക്കാര്യങ്ങൾ നമ്മുടെ സഹോദരരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നീ ഈശോ മിശിഹായുടെ നല്ല ശുശ്രൂഷകനായിരിക്കും. വിശ്വാസത്തിന്റെ വചനങ്ങളാലും നീ ഇതുവരെ അനുവർത്തിച്ചു പോന്ന നല്ല പ്രബോധനത്താലും പരിപോഷിക്കപ്പെട്ട ശുശ്രൂഷകൻ. ലൗകികവും നിരർത്ഥകവുമായ കെട്ടുകഥകൾ നീ അവഗണിക്കുക. ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. എന്നാൽ ഭക്തി എല്ലാവിധത്തിലും പ്രയോജനപ്രദമാണ്. എന്തെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ്. ഇതിനു വേണ്ടിയാണ് നാം അധ്വാനിക്കുന്നതും പോരാടുന്നതും. എല്ലാ മനുഷ്യരുടെയും, വിശിഷ്യ വിശ്വാസികളുടെയും രക്ഷകനായ സജീവ ദൈവത്തിലാണ് നാം പ്രത്യാശയർപ്പിച്ചിരിക്കുന്നത്.